ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ ഒരു പക്ഷേ തംബ്നെയിലിൽ കണ്ട കാര്യമായിരിക്കും അല്ലേ, ഈ അരിയുടെ വിലയൊക്കെ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഒരു പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ കുറച്ച് കാലം കഴിയുമ്പോൾ പത്രത്തിൽ വരാൻ പോകുന്ന വാർത്തയായിരിക്കാം അരി വില നാളെ മുതൽ കിലോഗ്രാമിന് 2500 രൂപ. ഒരിക്കലും ഇല്ലല്ലേ. കാരണം എന്താ പറയുക, നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്ന ഭൂമിയിൽ അരിക്കൊക്കെ വില ആകത്തേ ഉള്ളൂ 45 രൂപ 46 രൂപയ്ക്കുള്ളൂ. എങ്ങനെ 2500 രൂപയ്ക്ക്? സാറ് മണ്ടത്തരം ഓരോന്നോരോന്ന് പറയുന്നുണ്ടല്ലേ, അത് പബ്ലിക്കായിട്ട് യൂട്യൂബിലൊക്കെ വന്ന് പറയുന്നുണ്ടല്ലേ എന്നാണ് എൻ്റെ മക്കൾ വിചാരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ അരിയുടെ വില ഒന്നും കൂടുന്നില്ല. ഞാനും സമ്മതിച്ചു, അരിയുടെ വില കൂടിയില്ല. ഒരു 50 രൂപയുടെ താഴെ നമുക്ക് നോർമലി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള 1 കിലോഗ്രാം അരി വാങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. ശരിയാണല്ലേ? എൻ്റെ ചോദ്യം എങ്ങനെയാണ്, നമ്മളായിട്ട് അരിയൊന്നും ഉണ്ടാക്കുന്നില്ല, പിന്നെയും അരി ഇത്രയും വില കുറച്ച് കിട്ടാൻ കാരണം എന്താ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഓക്കെ, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മാവേലി സ്റ്റോറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ മാവേലി സ്റ്റോർ അല്ലെങ്കിൽ സപ്ലൈകോ എന്ന് വരുന്ന ഒരു വാർത്ത ചെയ്തുകൊണ്ട് തന്നെ വൻ വില വർധനയ്ക്ക് സപ്ലൈകോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സപ്ലൈകോ സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുകയെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഓരോ സാധനത്തിൻ്റെ വില കൂടുകയെന്ന് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ആക്ച്വലി ഈ മാർക്കറ്റിൽ ഈ പറയുന്ന വിലയൊക്കെ ഉണ്ടല്ലോ, സാധനങ്ങളുടെ വിലയുണ്ടല്ലോ, നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന, നമ്മൾ കൺസ്യൂമേഴ്സ് വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആക്ച്വലി ആരാ കൺട്രോൾ ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇതൊക്കെ ആരെ നിയന്ത്രിക്കുന്നത്? നമുക്ക് തോന്നിയ പോലെ. ഇപ്പോൾ ഉദാഹരണം, അരിയുടെ വില കർഷകനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വില 2500 രൂപ അരിക്ക് വില പറഞ്ഞാൽ നമ്മളത് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അത് പോസിബിളാണോ? അല്ല. പിന്നെ എങ്ങനെയാണ്? പിന്നെ ആരാണ് ഈ മാർക്കറ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നവരാ? വേറെ ആരുമല്ല. നമ്മുടെ ഈ മാർക്കറ്റിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ ഗവൺമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെൻറ് ഇതൊക്കെ കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കിതൊക്കെ മാന്യമായ രീതിയിൽ വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, +2 നിങ്ങൾക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇവിടെ 4 കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ എന്താ പറയുക, ആബ്സല്യൂട്ട്ലി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ വിജയിക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും ഈ എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് കാരണം കൊണ്ട് മാത്രം എന്തില്ല നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ലെവലിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, എല്ലാവരുടെയും ഡൗട്ട് ഇതായിരിക്കും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് ഫീ ഉണ്ടാവില്ല. ആബ്സല്യൂട്ട്ലി ഞാൻ പറയുന്നു മക്കളെ, ഇതെന്താണ്, ആബ്സല്യൂട്ട്ലി നിങ്ങൾക്കത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അഥവാ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പറഞ്ഞ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വേറെ ഒന്നുമില്ല, ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രമുള്ള എജുപോട്ടെ സ്റ്റഡി ഗ്രൂപ്പ്. അത് കൊമേഴ്സിൽ, നമ്മുടെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള സ്റ്റഡി ഗ്രൂപ്പ്. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം സ്റ്റഡി പ്ലാനാണ്. എല്ലാവരുടെയും പ്രത്യേകത, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കും. പ്ലാനും ഇല്ല, സ്റ്റഡി ഉണ്ടാവില്ല, ആ ഒരവസ്ഥയായിരിക്കും. പക്ഷേ അത് നിങ്ങൾ പഠിക്കേണ്ട, കൃത്യമായിട്ട് ഓരോ ദിവസം എന്തൊക്കെ പഠിക്കണം, എവിടെയൊക്കെ നോക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു തരും. അപ്പോൾ സ്റ്റഡി പ്ലാൻ, ഡെയിലി പ്ലാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. രണ്ടാമത്തെ കാര്യം നോട്ട്സാണ്. നോട്ട്സ് എന്ന് പറയുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് അല്ല എന്ന് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്. അതിൻ്റെ കാരണം, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ A to Z കാര്യങ്ങൾ, ഒരു കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതുണ്ടാവും. അതിൽ നിന്നും നമുക്ക് വേണ്ടതും പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ വേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ടതായിട്ട് നമ്മൾ എഴുതിയെടുക്കുന്നതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. ആ നോട്ട്സുകളായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന കാര്യം വെറുതെ അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള കാര്യമില്ല. അത് നമ്മൾ ഒരിക്കലും നോട്ടായിട്ട് ഉപയോഗിക്കാനും പാടില്ല. അപ്പോൾ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനും പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം നോട്ട്സ്. അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടും, ഈ പറഞ്ഞ സ്റ്റഡി ഗ്രൂപ്പിൽ കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യം, മൈക്രോബിറ്റ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മൈൻഡിലുണ്ടാവില്ലേ, യെസ് എന്താല്ലേ പണ്ടൊക്കെ കാലത്ത് ടീച്ചർമാരൊക്കെ എന്തായിരുന്നു ഈ പറഞ്ഞ കോപ്പി അടിക്കുന്നതിന് പിടിക്കുന്ന ടീച്ചർമാരാണ്. ഇപ്പോൾ ഇതാക്കണം യൂട്യൂബിൽ വന്നിട്ട് ഇതാക്കണം ഈ പറഞ്ഞ കോപ്പി അടിച്ച മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബിറ്റ് കൊടുക്കാൻ നിൽക്കണം. എന്താല്ലേ കാലം പോയൊരു പോക്കെ എന്ന് പറഞ്ഞ് വിലയിരുത്തുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ മൈക്രോബിറ്റ് പറഞ്ഞാൽ കോപ്പി അടിക്കാനുള്ള പേപ്പറല്ല. ആക്ച്വലി ഈ പറഞ്ഞ ചാപ്റ്ററുകൾ പരീക്ഷയ്ക്ക് മുൻപായിട്ടെല്ലാം പഠിച്ചു തീർത്ത് അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അയാൾക്ക് ഏറ്റവും സഹായകമാവുന്ന രീതിയിൽ മാത്രമാണ് മൈക്രോബിറ്റ് ഉള്ളത്. അല്ലാതെ ഒന്നും പഠിക്കാത്തതിന് വെറുതെ അതുകൊണ്ടായിട്ട് പ്രിൻ്റ് എടുത്താണ് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്നതല്ല മൈക്രോബിറ്റ് എന്ന് പറഞ്ഞാൽ. മൈക്രോബിറ്റ് പറഞ്ഞാൽ പഠിച്ചൊരു കുട്ടിക്ക് അത് റിവിഷൻ ചെയ്യാനുള്ള ഒരു വഴി മാത്രമാണ് മൈക്രോബിറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ എജുപോട്ട് എന്നല്ല, ഏതൊരു ടീച്ചറും ഒരിക്കൽ പോലും എന്തില്ല കോപ്പി അടിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ടീച്ചേഴ്സിനറിയാം ഒരു കുട്ടി പഠിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് തിരഞ്ഞെടുത്ത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പരീക്ഷ. അല്ലാതെ നിങ്ങളുടെ കോപ്പി അടിക്കാനുള്ള കഴിവ് പരീക്ഷിക്കാനുള്ള ഒരു വേദി പോലുമല്ല ഓരോ പരീക്ഷ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. കാരണം നമ്മൾ എഴുതിയെടുക്കുന്ന മാർക്കും നമ്മൾ മറ്റൊരാൾക്ക് അർഹതയില്ലാതെ നമ്മൾ എഴുതിയെടുക്കുന്ന മാർക്കുണ്ടല്ലോ, അത് രണ്ടും ഭയങ്കര വ്യത്യാസമാണത്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നാലാമത്തെ കാര്യം, ഈ പറഞ്ഞതിനൊക്കെ പുറമേട്ട് ലൈവുകൾ ഉണ്ടായിരിക്കും അല്ലേ, ലൈവ് ക്ലാസ് ഉണ്ടാവും, യൂട്യൂബിലുണ്ടാവും. അങ്ങനെ എല്ലാ ലൈവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ലൈവിനേക്കുള്ള ലിങ്കുകളൊക്കെ ഇവിടെ കിട്ടും, ഈ പറഞ്ഞ സ്റ്റഡി ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ വേണമെങ്കിൽ മക്കൾ ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ, ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. ഓക്കെ ആണല്ലോ? ബാക്കി ഭാഗം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. വേറെ ഒന്നുമല്ല,
നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റിൽ എല്ലാ കാര്യങ്ങളും ആരെ കൺട്രോൾ ചെയ്യുന്നത്, വേറെ ആരുമില്ല, അത് ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, പ്രൈസ് സീലിംഗ് എന്നാണ് അവർ പറയുക. അതായത് നമ്മളെ പോലുള്ള കൺസ്യൂമേഴ്സ് അല്ലേ, നമ്മളെ പോലുള്ള കൺസ്യൂമേഴ്സ് പറഞ്ഞാൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, കടയിൽ പോയിട്ട് ഓരോ സാധനം വാങ്ങും. നമ്മൾ ആദ്യം അത് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ വില ചോദിച്ചു നോക്കും. നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ വില നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മളത് വാങ്ങി വരികയും ചെയ്യും. ഉദാഹരണം, നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങിയത് ഒരു ബിസ്ക്കറ്റ് ആണെന്ന് വിചാരിക്കാം. ബിസ്ക്കറ്റിൻ്റെ വില നമ്മൾ ചോദിച്ചു നോക്കി, നമ്മളോട് പറഞ്ഞു 500 രൂപയാണെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കാബൂളിവാല സിനിമയിൽ ഇന്നസെൻറ്റും ജഗതിയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പുട്ട് പൊതിഞ്ഞെടുത്തതിന് ശേഷം അത് തിരികെ തന്നെ നീട്ടി വെക്കുന്ന പോലെ നമ്മൾ അതേപോലെ തിരികെ നീട്ടി വെക്കും. എന്താ കാരണം, 500 രൂപയുടെ ബിസ്ക്കറ്റൊന്നും നമ്മളെ കൊണ്ട് വാങ്ങാൻ കഴിയില്ല. അത് മാത്രമേ വാങ്ങിയാൽ തന്നെ നമുക്ക് അത്ര വെർത്തായിട്ട് തോന്നുന്നില്ല അല്ലേ. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ സാധനങ്ങൾക്കൊക്കെ പ്രോപ്പറായിട്ടൊരു വില, ഓക്കെ, മാന്യമായ വില ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാതെ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നവരാ, അതാണ് ഗവൺമെൻറ് ചെയ്യുന്നവർ. അപ്പോൾ ഗവൺമെൻറ് ഇത് ചെയ്യുന്ന കാര്യം നോക്കിയിട്ടുള്ളൂ. ഗവൺമെൻറ് നമുക്ക് വേണ്ടി, ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഗവൺമെൻറ് നമുക്ക് വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രൈസ് സീലിംഗ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം പ്രൈസ്. ഇപ്പോൾ തന്നെ പഠിച്ചോ, പ്രൈസ് സീലിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞ സംഗതി ഇത്രയുള്ളൂ, മാക്സിമം പ്രൈസ്. ഓക്കെ, ഒരു സാധനത്തിന് വാങ്ങാവുന്നതിൻ്റെ പരമാവധി വിലയാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ് ഇവിടെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇതെങ്ങനെ ഓർമ്മിച്ച് വെക്കുന്നത്, സിമ്പിളാണ്. സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഏറ്റവും തലയുടെ മുകളിൽ വരില്ല സീലിംഗ്, വീടിൻ്റെ മേൽക്കൂര എന്ന് പറഞ്ഞാൽ. അപ്പം മേൽക്കൂര എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുണ്ടോ, ഇല്ല. അപ്പോൾ അത് മാക്സിമമാണ്, വീടിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞ ഭാഗമാണ് അല്ലേ. അപ്പോൾ വീടിൻ്റെ ഹൈറ്റ് അത് മാക്സിമം എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് കടയിൽ കൊടുക്കേണ്ട മാക്സിമം പ്രൈസാണ് ഇവിടെ പറയുന്നത്. അതാണ് പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. ഇത് ആർക്ക് വേണ്ടി നടപ്പിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരം ഒരാൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ, കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത് അല്ലേ. ഈ പറയുന്ന നമ്മളെപ്പോലുള്ള ഉൽപ്പാദകരല്ല, നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കൾക്ക് വേണ്ടി നടപ്പിലാക്കിയതാണ്. അപ്പോൾ ഗവൺമെൻറ് അവിടെ എന്താ ചെയ്യുക, മാക്സിമം പ്രൈസാണ്. ഇവിടെ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യം എന്താ, മാർക്കറ്റ് പ്രൈസ് കുറക്കും അല്ലേ. മാർക്കറ്റിൽ ഉണ്ടാകുന്ന വില എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ഇവിടെ കുറക്കുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റിലെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ഇവിടെ കുറക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ മൈൻഡ് വെക്കുക. ഇത്രേ ഉള്ളൂ. ഗവൺമെൻറ് ആണ് ഇത് ചെയ്യുന്ന നില കാര്യം നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പോൾ ഗവൺമെൻറ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ മാക്സിമം പ്രൈസിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. എന്തിനാണ്, മാക്സിമം പ്രൈസ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഈസ് കോൾഡ് പ്രൈസ് സീലിംഗ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു മാർക്കറ്റിൽ നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പം അവിടെ മാർക്കറ്റിൽ വില ഉണ്ടാവും അല്ലേ. മാർക്കറ്റിൽ സ്വാഭാവികമായിട്ട് വില ഉണ്ടാവും. ആ വില എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കർഷകർക്കോ ഈ പറഞ്ഞ ഉൽപ്പാദകർക്കോ നഷ്ടം ഉണ്ടാകുന്ന പോലെ ആകാൻ പാടില്ല. ഒരു മാന്യമായ വില, ഈ മാന്യമായ വില നിശ്ചയിക്കുന്ന ആളാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് സീലിംഗ് ആർക്ക് വേണ്ടി നടപ്പിലാക്കുന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞു വെച്ചു, ഈ പറഞ്ഞ നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സിന് വേണ്ടിയാണ്. അതും എല്ലാ ഐറ്റംസിനും ഉണ്ടാവില്ല. എന്തിൻ്റെ മുകളിലുള്ള സാധാരണ ഉണ്ടാവുള്ളൂ, നെസസറി ഐറ്റംസ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ ആവശ്യ സാധനങ്ങളുടെ മുകളിലാണ് ഗവൺമെൻറ് ഇത് ചുമത്താറുള്ളത്. ഓക്കെ, ഉദാഹരണം, അരി എന്ന് പറയുന്ന അവശ്യ സാധനമാണ്. അതിൻ്റെ വില ഓവർ പ്രൈസ് ആയി കഴിഞ്ഞാൽ എല്ലാവരെ കൊണ്ടും അത് വാങ്ങാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് നെസസറി ഗുഡ്സ് അല്ലെങ്കിൽ നെസസറി ഐറ്റംസ് അല്ലെങ്കിൽ അവശ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം, വീറ്റ് അഥവാ ഗോതമ്പ്, റൈസ്, അരി, കെറോസിൻ എന്ന് പറയുമ്പോൾ മണ്ണെണ്ണ, ഷുഗർ എന്ന് പറയുമ്പോൾ പഞ്ചസാര തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുടെ വില ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് മാർക്കറ്റിലെ വിലയേക്കാൾ കുറച്ചിട്ടാണ് ഗവൺമെൻറ് ചെയ്യാറുള്ളത്. ഓക്കെ, അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞിരിക്കുന്ന പോപ്പുലേഷൻ. ഓക്കെ, സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന വില തോന്നിയ പോലെയാണെങ്കിൽ എല്ലാവരെ കൊണ്ടും ഇത് വാങ്ങിക്കോളാൻ കഴിയണമെന്നില്ല. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ വരക്കണം, ആ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോൾട്ടോടാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രൈസ് സീലിങ്ങിനെ കുറിച്ച് എനിക്കറിയുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, പഠിച്ചു വെച്ചോ. ഫസ്റ്റ് വൺ, പ്രൈസ് സീലിംഗ്. സി എന്ന് പറയുമ്പോൾ നമുക്കവിടെ കണക്ഷൻ കിട്ടണം. സി എന്ന് പറഞ്ഞാൽ ആർക്കാണ്, സി ഫോർ കൺസ്യൂമേഴ്സ്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്, ഉൽപ്പാദകർക്ക് വേണ്ടിയിട്ടല്ല, നമ്മളെ പോലുള്ള ഉപഭോക്താക്കൾക്ക് വേണ്ടി. ആർക്ക് വേണ്ടിയിട്ടാണ്, ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന സംഭവമാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഗവൺമെൻറ് അവിടെ എന്താ ചെയ്യുക, മാക്സിമം പ്രൈസ്. ഗവൺമെൻറ് അവിടെ മാക്സിമം പ്രൈസ് എന്ത് ചെയ്യുന്നു, മാക്സിമം പ്രൈസ് അവിടെ സെറ്റ് ചെയ്യുന്നു അല്ലേ. മാക്സിമം പ്രൈസ് അവിടെ ഫിക്സ് ചെയ്യുന്നു. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാൻ പറ്റും, എന്താണ്, ഇത് എന്തിൻ്റെ മുകളിലാണ് ചുമത്തുക, നെസസറി ഐറ്റംസ് ആണ് അല്ലേ. ആവശ്യ വസ്തുക്കളുടെ നെസസറി അല്ലെങ്കിൽ നെസസിറ്റി ഐറ്റംസിൻ്റെ മുകളിലാണ് ഇത് സാധാരണ ചുമത്താറുള്ളത്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും, ഗവൺമെൻറ് ഇത് ചെയ്യുന്നത് നമ്മൾ സിമ്പിളായിട്ട് മാർക്കറ്റിൽ വരച്ച് പഠിക്കണം. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, ഇക്വിലിബ്രിയം വരക്കാൻ എൻ്റെ കുട്ടികളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. അതിന് ഞാൻ DD എന്ന് കൊടുത്തു, സപ്ലൈ കർവിന് SS എന്ന് കൊടുത്തു. ഇനി ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ, ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വിളിക്കാറുള്ളത്. ആ ഇക്വിലിബ്രിയം പോയിന്റിൽ നമ്മൾ X ആക്സിൽ എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി അളവാണ് മാർക്ക് ചെയ്യുക. അതിന് ഞാൻ Q* എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ Y ആക്സിസ് നമ്മൾ എന്താ മാർക്ക് ചെയ്യുക, പ്രൈസാണ് മാർക്ക് ചെയ്യുക. അതിനെ ഞാനിവിടെ P* എന്നും കൊടുത്തു. ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടിയ, ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടിയ പോയിന്റിനെ, ആ പോയിന്റിനെ ഞാൻ എന്ത് വിളിച്ചു, ഇയാളെ ഞാൻ വിളിക്കുന്ന പേരാണ്. അയാളെ ഞാൻ വിളിച്ചത് ഇലാസ്റ്റിസിറ്റി എന്നല്ല വിളിച്ചത്, ഇക്വിലിബ്രിയം എന്നാണ് വിളിച്ചത്. ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നു. ഇതാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വില. ഈ P* എന്ന് പറഞ്ഞാൽ എന്താ,
പി സ്റ്റാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ വിലയാണ് അല്ലേ. ഒരു മാർക്കറ്റിൽ എത്രയാണോ വില ഉള്ളത് അതാണ് പി സ്റ്റാർ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഹൈ ആയിരിക്കുമ്പോൾ ഗവൺമെൻറ് അവിടെ ഇടപെടും. ഗവൺമെൻറ് പറയും നടക്കൂല മോനെ നിർത്തികള പരിപാടി എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് അവിടെ വില കുറക്കും അല്ലേ. അപ്പോൾ ഗവൺമെൻറ് മാർക്കറ്റിലേക്ക് ഇടപെടുന്നു. ഗവൺമെൻറ് മാർക്കറ്റിൽ എന്നിട്ട് എന്ത് ചെയ്യുന്നു, വില കുറക്കാൻ പറയുന്നു. അപ്പോൾ മാർക്കറ്റിൽ എന്ത് ചെയ്യും, വില കുറയും. അപ്പോൾ വില കുറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വില വരണ്ടേ, വന്നു. നോക്കിക്കോളൂ, പുതിയ പ്രൈസ് വരുന്നു. യെസ്, പുതിയ പ്രൈസ് വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വില കുറയുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, നോർമലി സാധനത്തിൻ്റെ വില കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ആവശ്യപ്പെടും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വില കുറയുമ്പോൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കൂടും. ആ ഡിമാൻഡ് കൂടിയ ഭാഗം എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനതിനെ ഈ പറഞ്ഞ എക്സാക്സിലേക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ QD എന്ന് എഴുതുന്നു. എന്നാൽ ആ സമയത്ത് സപ്ലൈ ചെയ്യാൻ ആരും തയ്യാറാവില്ല. കാരണം ഒരു ആൾ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരാൾ അയാൾക്ക് വില കുറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം വരുന്നു മനസ്സിലാക്കിയിട്ട് അയാൾ സപ്ലൈ കുറക്കും. അപ്പോൾ എന്ത് ചെയ്യും, വില കുറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈയും കുറയും അല്ലേ. അപ്പോൾ അവിടെ നോർമലി എന്ത് ചെയ്യും, ക്വാണ്ടിറ്റി സപ്ലൈ ഇടതുവശത്തേക്കും പോകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ത്രികോണം കണ്ടുപിടിക്കാൻ പറ്റും. ആ ത്രികോണം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് അല്ലേ. ഈ ഒരു ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സസ് ഡിമാൻഡ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, എക്സസ് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. ഈ എക്സസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരാണ്, ഡിമാൻഡ് കൂടുതലാവുന്ന സിറ്റുവേഷനാണ്. എന്താ പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് വലുതും എന്നാൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെറുതുമാവുന്ന സിറ്റുവേഷനാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നോക്കുക, പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ സീലിംഗ് ആർക്ക് വേണ്ടിയിട്ടാണ്, കൺസ്യൂമേഴ്സിന് വേണ്ടി, C for കൺസ്യൂമേഴ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു കോഡ് കൂടി ഞാൻ പറഞ്ഞുതരാം, പ്രൈസ് ഫ്ലോർ. F എന്ന് പറഞ്ഞാൽ ഫേംസ് അല്ലേ. അപ്പോൾ പ്രൈസ് ഫ്ലോർ ആർക്ക് വേണ്ടിയിട്ടാണ്, ഫേംസിന് വേണ്ടി അഥവാ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി നടപ്പിലാക്കുന്നതാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞ്. അതിനെക്കുറിച്ചുള്ള വീഡിയോസായിട്ട് പുതിയ ക്ലാസ്സിൽ ഇടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളൂ. ഗ്രാഫ് വരച്ച് പഠിക്കുക, ആർക്ക് വേണ്ടി നടപ്പിലാക്കുന്നു, എന്ത് ചെയ്യുന്നു, ആര് ചെയ്യുന്നു, ഇത്രയും കാര്യം നിങ്ങൾ പഠിക്കണുള്ളൂ. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവരും കൊണ്ട് സാധിക്കട്ടെ. വീണ്ടും കാണാം. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.